നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുക്കവെ വഴിക്കടവ് സംഭവത്തിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ച് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി തുടങ്ങിക്കഴിഞ്ഞു. കലാപാഹ്വാനത്തിന് ശ്രമിച്ച കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ പരാതി DGPയുടെ മുന്നിൽ വരെ എത്തി. വ്യാജവാർത്ത പ്രചരിപ്പിച്ച് കലാപാഹ്വാനത്തിന് ശ്രമിച്ചെന്ന് കാട്ടിയാണ് ഈ പരാതി. കേരള കോൺഗ്രസ് നേതാവ് ഹഫീസാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വൈദ്യുതക്കണിയിൽ നിന്ന് ഷോക്കേറ്റ വിദ്യാർത്ഥി മരിച്ച വിഷയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂല ഘടകമാക്കി മാറ്റാൻ ജ്യോതികുമാർ ശ്രമിച്ചു എന്നാണ് ഈ പരാതിയിലെ ഉള്ളടക്കം. പന്നിവേട്ടയ്ക്ക് വേണ്ടി കോൺഗ്രസ് അനുഭാവം നടത്തിയ ഈ കൃത്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി, സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് പറഞ്ഞു കലാപാഹ്വാനം നടത്തി എന്നിങ്ങനെയാണ് ഈ പരാതിയിലെല്ലാം പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിഷയദാരിദ്ര്യം കൊണ്ട് കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ആവേശവുമില്ല. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഇറക്കിയ വ്യാജ ആരോപണങ്ങളും അപവാദങ്ങളും ഒന്നും തന്നെ ഫലം കാണാതെ പോകുകയുമാണ്. ഇതിനിടെയാണ് വഴിക്കടവിൽ പന്നിക്കിണിക്കായി വെച്ച വൈദ്യുത കമ്പിയിൽ തട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായത്. ഇതോടെയാണ് സതീശനും ജ്യോതികുമാർ ചാമക്കാലയും അടങ്ങുന്ന കോൺഗ്രസ് സംഘം ആരോപണങ്ങളുമായി ചാടിപ്പുറപ്പെട്ടത്. റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിന് പിന്നാലെ ജ്യോതികുമാർ ചാമക്കാല നടത്തിയ ആഹ്ലാദ പ്രകടനമെല്ലാം ജനം കാണുകയും ചെയ്തിരുന്നു. വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മരണം നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തി കടന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ ഈ ആഹ്ലാദ പ്രകടനം. കോൺഗ്രസിനെതിരായ ഈ നിയമ നടപടിയുടെ നീക്കം അനിവാര്യമെന്നാണ് വോട്ടർമാരുടെയും അഭിപ്രായം. വഴി തടഞ്ഞും റോഡ് ഉപരോധിക്കുകയുമെല്ലാം നല്ലതിന് തന്നെ. പക്ഷേ ആഹ്ലാദ പ്രകടനം എന്തിനായിരുന്നുവെന്നാണ് മണ്ഡലത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. കാറ്റുപോയ ബലൂൺ പോലെയായി കഴിഞ്ഞു UDF ക്യാമ്പ്. വോട്ട് തേടി മണ്ഡലത്തിലിറങ്ങുന്ന UDF സ്ഥാനാർത്ഥി ആര്യണം ഷൗക്കത്തും മറ്റ് നേതാക്കളുമെല്ലാം തന്നെ അവരുടെ ശരീരഭാഷ തന്നെ മാറിപ്പോയിരിക്കുന്നു. പരാജയം മുന്നിൽ കണ്ട് വെറുതെ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുകയാണെന്നാണ് പാർട്ടിക്കുള്ളിലെ തന്നെ അണിയറ സംസാരം. നിലവിൽ സർക്കാരിനെതിരെ കൊണ്ടുവന്ന ക്ഷേമ പെൻഷനും ഒടുവിൽ സതീശനും കൂട്ടർക്കും തന്നെ കൈപൊള്ളിക്കുകയും ചെയ്തു. കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലത്തിൽ പരാജയം മണത്തു കഴിഞ്ഞു. ലീഗ് കൂടി അതൃപ്തിയിലായതോടെ കാര്യങ്ങൾ സതീശന്റെ കയ്യിൽ നിന്ന് വിട്ടുപോക്കുകയാണ്. ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ അടക്കം എടുക്കാനായി നൽകിയ പരാതി കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യും. കൂടുതൽ നേതാക്കളുടെ പേര് വിവരങ്ങൾ കൂടി ഉൾപ്പെടാനും സാധ്യതയേറെയാണ്. ഇത്തരത്തിൽ അപവാദപരമായ പ്രസ്താവന നടത്തിയതിന് കൂടുതൽ നേതാക്കൾക്ക് പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ നടത്തിയതിന് കൂടുതൽ നേതാക്കളുടെ പങ്കും സംശയിക്കുന്നുണ്ട്. നിലവിൽ കേസെടുക്കാൻ DGP വാക്കാൽ നിർദ്ദേശിച്ചിട്ട് പോലും മറ്റ് കോൺഗ്രസ് നേതാക്കൾ കൂടി പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും വ്യാജ ആരോപണം വീണ്ടും വീണ്ടും ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സംയമനം പാലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. മനസാക്ഷി മരവിച്ചു പോകുന്ന അന്തരീക്ഷത്തിൽ പോലും UDF കേവലം വോട്ടിനായി കാട്ടിക്കൂട്ടുന്ന വേലകൾ ഇതിനോടകം തന്നെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിന് കനത്ത മറുപടി നിലമ്പൂരിലെ വോട്ടർമാർ ചെങ്കോടിയിലൂടെ നൽകുമെന്ന് ഉറപ്പായി.